വെച്ച അല്ലെങ്കിൽ നമ്മുടെ അടുക്കള മാലിന്യത്തിൽ നിന്ന് നമ്മൾ ഇന്നൊരു അടിപൊളി ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നതിന് കാരണം നമ്മുടെ മണ്ണിനും ചെടികൾക്കും അതുപോലെ തന്നെ അത് കഴിക്കുന്നവർക്കും എല്ലാം ദോഷമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നിങ്ങളുടെ ഒച്ച ഒന്ന് ഇച്ചിരി കൂട്ടി വെക്കണം. കാരണം നമ്മൾ വീഡിയോ എടുത്ത് ഇച്ചിരി അകലെയായിപ്പോയി. അപ്പോൾ നിങ്ങളുടെ ഒച്ച എല്ലാവരും ഒന്ന് വോളിയം ബട്ടണിൽ പിടിച്ച് കൂട്ടി വെക്കുക. അപ്പോൾ നമ്മുടെ ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് ആവശ്യം ഇതെല്ലാം കൂടെ ഇട്ട് വെക്കാൻ ഒരു പാത്രം വേണ്ടേ. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് പാത്രം ആവശ്യമുണ്ട്. അപ്പോൾ പാത്രം പോകണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഭരണി അല്ലെങ്കിൽ പാത്രം. നമ്മുടെ ലിക്വിഡ് ഫെർട്ടിലൈസർ ഒഴിച്ചു വെക്കാനുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള പാത്രമാണിത്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ കൈയും കൂടെ എടുക്കുമ്പോൾ ഒരു ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഗ്ലൗസ് വേണ്ടേ, ഗ്ലൗസ്. അയ്യോ കിട്ടിയേ. അപ്പോൾ നമുക്ക് ഈ ഗ്ലൗസ് ഒന്ന് ധരിക്കട്ടെ. ഒരു മിനിറ്റ്. അപ്പോൾ കുറെ ഇത്ര സമയം എടുത്തു. നമ്മുടെ ഗ്ലൗസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ പണികളിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ വേണ്ടത് ഒരു മിനിറ്റ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ വേണ്ടത് നമ്മുടെ വെജിറ്റബിൾ വേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ പയറിൻ്റെ വേസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ചീര പോലത്തെ എന്തോ ഒരു എങ്ങനെ എന്തോ ഇലയുടെ ഒരു വേസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്യാബേജിൻ്റെ വേസ്റ്റ്, പിന്നെ അങ്ങനെ കുറേ വേസ്റ്റ് ആണ് അങ്ങനെ കുറേ വേസ്റ്റ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇടാൻ പോകുന്നത് ഈ വേസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് എല്ലാം നമ്മൾ നമ്മുടെ ഭരണിക്കകത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇട്ട് കഴിഞ്ഞു. നോക്കിയാൽ മച്ചാന്മാരെ നമ്മുടെ വേസ്റ്റൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് വേണ്ടത് എന്നാന്ന് വെച്ചാൽ പഴത്തൊലി. പഴത്തൊലിയാണ് നമുക്ക് അടുത്തായിട്ട് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ പോരട്ടെ. അപ്പോൾ നമ്മൾ പഴത്തൊലിക്കകത്ത് ഒരു ഫ്രൂട്ടും കൂടെ ഉണ്ട്, അല്ല ഫ്രൂട്ടിൻ്റെ തൊലിയും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഫ്രൂട്ട് ആദ്യം ഒന്ന് കഴിച്ചു നോക്കാം. ആ ഫ്രൂട്ടിൻ്റെ പേര് മിൽക്ക് ഫ്രൂട്ട് എന്നാണേ. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ഫ്രൂട്ട് കഴിക്കുന്നതിന് മുമ്പ് നമ്മളിത് ഇവിടെ തൊട്ടതാണ്. ഇതുകൊണ്ട് നമ്മുടെ ഫ്രൂട്ടൊക്കെ നമ്മുടെ ഗ്ലൗ നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഗ്ലൗ ആവശ്യമില്ല, അവിടെ വെക്കാം. ഓക്കെ, നമ്മുടെ ഫ്രൂട്ട് വേണ്ടേ. അപ്പോൾ ഈത്താണ് നമ്മുടെ മിൽക്ക് ഫ്രൂട്ട്. ഓർഡർ ഉണ്ടോ പോട്ടെ. നോക്കിയേ ഗൈസ്, ഇവനാണ് നമ്മുടെ മിൽക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ പാൽപ്പഴം. അപ്പോൾ നമുക്ക് ഓർഡർ വെക്കാം. ഓർഡർ നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഇത് നോക്കിയോ, നമ്മുടെ മിൽക്ക് ഫ്രൂട്ട് നമ്മൾ പൊട്ടിക്കാൻ പോവുകയാണ്. നോക്കിയേ, നല്ല മധുരമുള്ളൊരു ഫ്രൂട്ടാണ് നമ്മുടെ മിൽക്ക് ഫ്രൂട്ട്. മിൽക്ക് ഫ്രൂട്ടിൻ്റെ തൊലി മാത്രം നമ്മുടെ പഴത്തൊലിയുടെ കൂട്ടത്തിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ മിൽക്ക് ഫ്രൂട്ടിൻ്റെ തൊലി നമുക്ക് എടുത്തത് നമ്മുടെ പഴത്തൊലിയുടെ കൂടെ ഇടാം. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ പോകുന്നത് എന്താണ്? പഴത്തൊലിയാണ് നമ്മൾ അടുത്തതായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ പോകുന്നത്. ടിൻ 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 ടിൻ. സോറി ഗൈസ്. ഓക്കെ, അതായത് നമ്മളങ്ങനെ അടുത്തതായിട്ട് നമ്മളെ പഴത്തൊലി. അയ്യോ ഗൈസ്, ഒരു കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ ഗ്ലൗ ഇടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഇട്ടിട്ട് വരാം. ദേവച്ചാമാരെ അങ്ങനെ നമ്മൾ ഇട്ട സ്ഥിതിക്ക് കഴിഞ്ഞാൽ അടുത്തായിട്ട് വേണ്ടത് നമ്മുടെ മുട്ട പൊടിച്ചതാണ്. അപ്പോൾ മുട്ട പൊടിച്ചൊന്ന് പോട്ടെ. അപ്പോൾ നമ്മൾ 4 മുട്ട നമ്മൾ 3 മുട്ട നമ്മൾ പൊടിച്ചല്ലേ കണ്ടോ, കിരികിരാന്നാക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ മുട്ടയും ഇതിനുള്ളിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ദേവച്ചാമാരെ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കാനുള്ളത് എന്തെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ നമുക്ക് അരി കഴുകി വെള്ളമോ അല്ലെങ്കിൽ നമുക്ക് സാധാ വെള്ളമോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കാം. നമ്മളപ്പോൾ ഇത് ഒഴിക്കാൻ പോകുന്നത് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഈ കഞ്ഞിവെള്ളം പോട്ടെ. അത് വേണ്ട. അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളമാണ് നമ്മൾ അടുത്തായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് മൂടി നിൽക്കുന്ന പോലെ നമുക്ക് നമ്മുടെ കഞ്ഞിവെള്ളം ഒഴിക്കേണ്ടതുണ്ട്. അപ്പോൾ നോക്കിയാൽ നമ്മുടെ വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഇത് മൂടി നിൽക്കുന്ന ഭാഗത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് അടുത്തതായിട്ട് ഇതിനകത്തേക്ക് വേണ്ടത് 2 ടീസ്പൂൺ ശർക്കര പൊടിയോ അല്ലെങ്കിൽ ശർക്കരയാണ്. അപ്പോൾ നമുക്ക് 2 ടീസ്പൂൺ ശർക്കര കൊണ്ടുവരാം. ഹായ്, അപ്പോൾ ഞാൻ വന്നു ശർക്കര പൊടിയും കൊണ്ട്. അപ്പോൾ നമ്മൾ ഈ ശർക്കര പൊടിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ശർക്കരയുടെ കട്ട പൊടിച്ചിട്ടിടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമുക്ക് ഇത് 2 ടീസ്പൂൺ മാത്രമേ ആവശ്യമുള്ളൂ. ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് അത്ര മസ്റ്റായിട്ടുള്ള സാധനമല്ല. അപ്പോൾ അടുത്തടുത്ത് നമുക്ക് ഇതിനകത്ത് നിന്ന് കൃത്യം 2 ടീസ്പൂൺ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. 1.5 മതി, 2ൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് 1.5 അല്ലെങ്കിൽ 1.25 ടീസ്പൂൺ ശർക്കര പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ഈ മിക്സ് എല്ലാം കൂടെ നന്നായിട്ട്
ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു നല്ലൊരു കോലെടുത്ത് നമ്മുടെ മിക്സിലാണ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫെർട്ടിലൈസർ എല്ലാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. നമ്മളപ്പോൾ നമ്മുടെ അടപ്പം കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രം നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ നിങ്ങൾ ബക്കറ്റൊക്കെ എടുക്കുമെങ്കിൽ അത് എന്തെങ്കിലും ഒരു സാധനം വെച്ച് മൂടി വെക്കണം. മൂടി വെക്കാതിരിക്കരുത്. ചേട്ടായി പോയ നേരത്ത് അനിയൻ കാണിച്ചത്. ചേട്ടായി പോയിരിക്കുകയാണ്. നമുക്കിത് നല്ലതായിട്ട് കുലുക്കി കൊടുത്തിട്ട് വെക്കുന്നത് ഈ നമ്മുടെ വളത്തിന് നല്ലതായിരിക്കും. നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഏത് ദിവസം അപ്പത്തേ മച്ചാന്മാരെ നമ്മൾ അനിയനൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ എന്തൊക്കെയോ ഇടയ്ക്ക് ഒന്ന് കാണിച്ചു. ഞാനൊരു സാധനം എടുക്കാൻ പോയിക്കായിരുന്നു. അപ്പത്തേ മച്ചാന്മാരെ നമ്മൾ ഈ സാധനം ഇനി അടച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഒന്നെങ്കിലും 5 ദിവസത്തിനാണ് എടുക്കാം. ഇനി നന്നായിട്ടായി വരണമെന്നുണ്ടെങ്കിൽ 7 ദിവസം കഴിഞ്ഞിട്ട് ഈ സാധനം എടുക്കാവുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ദിവസത്തിൽ ഒരിക്കൽ നമ്മുടെ ഈ മിശ്രിതം അല്ലെങ്കിൽ നമ്മുടെ ഈ ലിക്വിഡ് മിക്സ് ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ എല്ലാം നന്നായിട്ട് ദ്രവിക്കാതിരിക്കും. അപ്പം മച്ചാന്മാരെ ഇനി 7 ദിവസം കഴിഞ്ഞ് കാണാം. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ സ്ലറി ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ട് ഇപ്പോൾ 7ാമത്തെ ദിവസമായി. അപ്പോൾ നമ്മുടെ സ്ലറി എല്ലാ ദിവസവും നമ്മൾ ഇളക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 7 ദിവസത്തിന് ശേഷം നമ്മൾ സ്ലറി തുറക്കുവാണ്. അപ്പോൾ നമ്മുടെ സ്ലറി നമുക്ക് തുറക്കാം. നല്ല മണമാണ് ഗൈസ്, അടുത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ 7ാമത്തെ ദിവസവും നമുക്ക് നമ്മുടെ സ്ലറി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴും നന്നായിട്ടൊന്നും അലിഞ്ഞിട്ടില്ല എല്ലാം. നമ്മുടെ സ്ലറിയിലെ നമ്മൾ ഇട്ട് കൊടുത്ത സാധനങ്ങൾ പലതും ഇപ്പോഴും അലിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്ന് 7ാമത്തെ ദിവസം ഇത് കറക്റ്റ് പാതിട്ട് നമ്മുടെ ചെടികൾക്ക് ഒഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇനി അവസാനത്തെ പ്രക്രിയ. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ ഒരു നിയമം അനുസരിച്ച് 1 ലിറ്റർ നമ്മുടെ ഈ സ്ലറിക്ക് 5 ലിറ്റർ വെള്ളം എന്നാണ്. അപ്പോൾ നമ്മൾ 5 ലിറ്റർ വെള്ളം ഈ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മിക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ 5 ലിറ്റർ വെള്ളമാണ് നിങ്ങളിപ്പോൾ ഈ ബക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ബക്കറ്റിലേക്ക് നമ്മുടെ സ്ലറി നമ്മൾ ഒഴിക്കുവാണ്. 1 ലിറ്റർ സ്ലറി മാത്രമേ നമുക്ക് ഇത്ര എണ്ണത്തിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ കുറേ സാധനമൊക്കെ പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 1 ലിറ്റർ സ്ലറി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ 7 ദിവസത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ സ്ലറി നമ്മളത് റെഡിയാക്കി എടുത്ത് നോക്കി. ഒത്തിരി കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലറി നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ച് കറക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചെടികൾക്കെല്ലാം ഒഴിക്കാം. അപ്പോൾ ഈ ചെടികൾക്ക് ഒഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ സ്ലറിയിൽ നിങ്ങൾ കൂടുതൽ ശർക്കര ചേർത്താൽ പ്രശ്നമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കറക്റ്റ് വെള്ളം, കറക്റ്റ് കഞ്ഞിവെള്ളം, ഇതിൽ കൂടുതൽ കഞ്ഞിവെള്ളം ഒഴിച്ചാലും പ്രശ്നമാണ്. നമ്മൾ ഇതിനേക്കാളും കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചാലും പ്രശ്നമാണ്. അങ്ങനെയുള്ള കുറച്ച് നിബന്ധനകൾ നമ്മുടെ ഈ സ്ലറിക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് 7 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കറക്റ്റ് ഈ സാധനം വെച്ചാൽ മാത്രമേ ഇതായി വരത്തുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അതിന്റെ അടിഭാഗം മാത്രം അല്ലെങ്കിൽ മണ്ടഭാഗം ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ഇതായി വരത്തുള്ളൂ. ബാക്കിയുള്ള ഭാഗം അതുപോലെ തന്നെ അതാവാതെ അവിടെ കിടക്കും. 1 ലിറ്റർ ഈ സ്ലറിക്ക് നിങ്ങൾ 5 ലിറ്റർ സാധനം വെള്ളം ഒഴിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ചെടി കരിഞ്ഞു പോകാൻ നല്ല സാധ്യതയാണ്. അപ്പൊ നമുക്ക് ഇത് ഏതൊക്കെ ചെടിക്കാണ് കൊള്ളാന്ന് വെച്ചാൽ പച്ചക്കറികൾ, നമ്മുടെ തക്കാളി, പയറ്, ബീൻസ്, ക്യാബേജ്, അങ്ങനെ എല്ലാത്തിനും നമ്മുടെ ഈ സ്ലറി കൊള്ളാം. പൂച്ചെടികൾക്കും നല്ല അടിപൊളിയാണ് നമ്മുടെ ഈ സ്ലറി. അപ്പൊ നമുക്കിനി നമ്മുടെ ചെടികൾക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് അതിന്റെ ടൈം ലാപ്സിലേക്ക് കടക്കാം. അല്ലെങ്കിൽ ഓർഗാനിക് സ്ലറി ഉണ്ടാക്കുന്ന വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ ബൈ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള കൃഷിയുടെ വീഡിയോ ഇവിടെ കിടപ്പുണ്ടേ, അതും കയറി കാണണേ.